ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദമാണെങ്കിൽ ഇപ്പൊ പെട്ടിയോട് പെട്ടി വിവാദമാണ്. വീണ്ടും അതേ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലിന് നേരിട്ടിരിക്കുകയാണ്. എന്തായാലും ഈ പെട്ടി വിവാദത്തിന് അവസാനമില്ല. ഇതിന് മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യം അല്ലെങ്കിൽ അട്ടിമറിയൊക്കെ നിലമ്പൂരിൽ നടക്കുന്നുണ്ടോ? ഇതിപ്പോൾ അവസാനത്തെ ശ്രമമാണെന്ന് തോന്നുന്നല്ലേ. നമ്മുടെ അവസാനത്തെ ക്യാമ്പയിൻ്റെ ലാസ്റ്റ് നമ്മൾ സ്പ്രിൻറ്റ് ആണെങ്കിൽ അതിന് അവസാനത്തെ 100 മീറ്റർ ഓട്ടത്തിലെത്തി നിൽക്കുവാണ്. അപ്പോഴാണ് ഒന്നുമില്ല, അവർക്ക് ഇനി കോൺഗ്രസ് ജയിക്കും ഏറെക്കുറെ അപ്പുറത്തെ പാളയങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു, പ്രത്യേകിച്ച് ഇടത് പാളയങ്ങൾക്ക്. കാരണം സാംസ്കാരിക നായകന്മാർ അണിനിരത്തിയൊക്കെ വന്നിട്ടും കാണിക്കാൻ അവരുടെ ഭരണമായിരുന്നു അല്ലേ. അവർ കൊണ്ടുവന്ന് നിർത്തി MLA അൻവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും വർഷം അതുപോലെ സ്വരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരുകാരനാണ്. ഇന്ന് വരെ നിലമ്പൂരുകാരുടെ ഒരു പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സംഭാവന എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇവർക്കൊന്നുമില്ല. കുറേ നമ്മൾ പറയുമല്ലോ വാക്കുകൾ, അത് തന്നെ കുറേ സത്യാനന്തര നമ്മൾ പറയും വാക്കുകൾക്ക് അപ്പുറം അവിടെ ഒന്നുമില്ല. അപ്പം ലാസ്റ്റ് ഒരു ഇതായി കഴിഞ്ഞപ്പോഴേക്കും അവസാനത്തേതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിന് ഇനിയിപ്പോൾ ഫണ്ടിങ് വല്ലതും കിട്ടുന്നുണ്ടോ. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഫണ്ട് വരും, സത്യമല്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോൾസ് കുറവ് കോൺഗ്രസിനാണ് സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫണ്ട് കുറവായിട്ട് കിട്ടാറുള്ളത്. അപ്പം അവസാനത്തെ രീതിയിൽ കൂടെ ഹെൽപ്പ് ആവരുത്, ഇനി വല്ല ഉണ്ടെങ്കിൽ ആവരുതെന്ന് പറഞ്ഞിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം എനിക്ക് വളരെ മിസ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിലമ്പൂരിൽ ജോറാണേ അത് കണ്ടില്ല. കാത്തിരുന്ന് കണ്ടോ രഞ്ജിനി, അത് മാത്രം വന്നിട്ടില്ല അല്ലേ. എത്ര പ്രാവശ്യമല്ലേ അങ്ങനെ ഒരു ജോറ് വിളിയും കൂടെ വന്നെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു. അവസാനത്തെ ആണിയും അടിച്ചിട്ട് സ്വരാജിന് UDF ഒരിക്കലും ഒരു ഫണ്ടിന്റെ ആവശ്യമില്ല. ഇവിടെ ആശാപ്രവർത്തകർ നല്ല രീതി അവരുടെ ഫണ്ട് ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ ആര്യാണൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ വ്യക്തി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള അവിടെ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അത് അദ്ദേഹമേ ജയിക്കൂ, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷേ ഒരു 10,000 അങ്ങനെ നമുക്കറിയില്ല, ഭൂരിപക്ഷമൊക്കെ എത്ര ആയിരിക്കും എന്നറിയില്ല. ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. മറുപക്ഷം സ്വരാജ് ഒരിക്കലും ഇതോടുകൂടി പുറത്ത് പോകണം, അങ്ങനെ പോകണം. അല്ല എന്നാലും ഏറ്റവും കുറഞ്ഞതെന്ന് പറയുമ്പോൾ ആ രീതിയിലെങ്കിലും പറഞ്ഞേ പറ്റൂ. അപ്പോൾ അവിടെ അത് സുനിശ്ചിതമായിട്ടുള്ള ഒരു വിജയമാണ്. പക്ഷേ ഇവരുടെ ഈ മറുചേരിയിലൊരു ആവലാതിയും പേടിയും ഒക്കെ ഉണ്ടല്ലോ. എനിക്കൊണ്ട് നീലപ്പെട്ടി വിവാദം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഉണ്ടായിട്ടുള്ള രാഹുലായിരുന്നു, അപ്പുറത്ത് സൈലൻ്റായിരുന്നെന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ സൈലൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാക്കി. ഇപ്പം സൈലൻ്റാണ്, അവിടെ അനക്കവും ഇല്ല. പാവം. ഇപ്പോൾ ഇനി ഇദ്ദേഹം സ്വരാജ്, ഇതോടുകൂടി സ്വരാജ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ AKG സെൻറ്ററിന് മാത്രമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവരുടെ സത്യാനന്തര പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കും. ശരിക്കും സ്വരാജിന്റെ ഭാവി അവതാളത്തിലാക്കിയില്ലേ ആക്കിയെന്ന് പറയാമല്ലോ. നമുക്കറിയാം അങ്ങനെ കുറച്ച് ഉയർന്നു വരുന്ന ആൾക്കാരെന്നൊക്കെ കുറച്ചൊരു ഉയർന്നു വരുന്നത് ആരുമില്ല. അവർക്കൊരു യൂത്ത്സ് അല്ലെങ്കിൽ അയക്കണം എന്ന് പറഞ്ഞ് കാണിക്കാൻ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ കാണണം നമ്മുടെ കോൺഗ്രസ്സിൽ വൺ സെറ്റ് ഓഫ് പ്രോമിസിംഗ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. അതിൽ തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രാഹുൽ എന്ന് പറയുമ്പോൾ രാഹുൽ ഒരു ശുഭിത യൗവനം, അടുത്തൊരു ചാട്ടമൊക്കെ കുറച്ച് കൂടുതലാണ്, കിട്ടിയൊരു ഇതൊക്കെ വെച്ചിട്ട് കുറച്ചൊരു വർത്തമാനം അതൊക്കെ ഉണ്ട്. ഷാഫി എന്ന് പറയുമ്പോൾ ഒരു സൈലന്റ് ആയിട്ടുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെയാണ്, സൈലന്റ്. പക്ഷെ ആൾക്കാരൊരു ക്രൗഡിനെ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഭയങ്കര പവറുണ്ട് ഷാഫി പറമ്പിലിന്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പോകുന്നു. ഞാനതാ പറയാൻ വന്ന ചാണ്ടി ഉമ്മൻ, അതൊരു വളരെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ട്രോൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണ്. 3000 വീടുകൾ ആരും അറിയാതെ പ്രചരണം. ഇത് പുള്ളിക്കാരൻ ഇതിനു മുമ്പും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ഏതോ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തദ്ദേശ ലോക്കൽ ബോഡീസിൻ്റെ ഇതിലായിരുന്നു. ചാണ്ടി ഉമ്മൻ വീട്ടിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ പുള്ളി ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. കുറേ ഈ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ അടക്കം അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ. അയ്യോ പാവം വന്ന് നിന്നിട്ട് ഇങ്ങനെ. അപ്പം അങ്ങനത്തെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രചരണ രീതിയാണ്. അത് നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പം വലിയൊരു അത്ഭുതം തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ രാഹുൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനും അത് ഷെയർ ചെയ്തു. ഒരു കുട്ടി ചോദിക്കുന്ന ചാണ്ടി ഉമ്മൻചാണ്ടി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഉണ്ട് മോനെ എന്ന്. അല്ല അതൊരു ഭയങ്കര നമുക്ക് പറയില്ല, ചില നേതാക്കന്മാര് നമ്മളങ്ങനെ ഹൃദയത്തിൽ നമുക്ക് അവിടെ രാഷ്ട്രീയമില്ല, ചില നേതാക്കന്മാര് അവരുടെ വ്യക്തിത്വമാണ്. ചാണ്ടി സാറ് പഠിച്ച സമയങ്ങളിലൊക്കെ അയ്യോ ഭയങ്കര ഒരിക്കലും അതുപോലൊന്നും നമുക്കൊരു വിഷമം വന്നിട്ടില്ല കേട്ടോ. അന്ന് അത്രയും ഇതായിട്ട് അച്ചുമ്മൻ നമ്മുടെ ഒരു ഫ്രണ്ടാണ് അച്ചുവൊക്കെ. പക്ഷെ അങ്ങനെയല്ല, അവരൊക്കെ ഒരിക്കലും അച്ചുവൊക്കെ അങ്ങനെ അച്ഛൻ അതാണെന്നോ രീതിയിലൊന്നും അല്ല അവർ വളർന്നു വന്നിട്ടുള്ള രീതിയൊക്കെ. അതുപോലെ തന്നെയാണ് ചാണ്ടി സാറൊക്കെ. നമുക്ക് എന്താ പറയുക, അങ്ങനെയൊന്നും ലീഡേഴ്സ് ഇനി ഉണ്ടാവില്ല എന്ന് ആലോചിക്കുമ്പോഴൊരു വിഷമമുണ്ടല്ലോ. അതൊക്കെയാണ് നമുക്ക്. ഞാനൊക്കെ ക്ലിഫ് ഹൗസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം 2-3 ലീഡേഴ്സ് നമ്മുടെ മുന്നിൽ പൊയ്ക്കൊണ്ടിരുന്ന അവരുടെ രീതി. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ കാണുന്നതാണ് ഈ ഒരു നേതാവ് വന്ന ശേഷം ഞങ്ങൾ പരിസര പ്രദേശവാസികൾക്കുണ്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്.
ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്കൂൾ വഴികളാണ് ക്ലിഫോസിൻ്റെ അകത്തൂടെ മിനിസ്ട്രി ആ ഏരിയ കൂടെ നിർമ്മലഭാൻ സ്കൂളിൽ പോണത്, നടന്ന് ആ മരങ്ങളുടെ പൂക്കളൊക്കെ പറക്കി ഒരു മഞ്ചാടിക്കുരുകൾ ഒക്കെ പറക്കി പോണ ഒരു കാലമാണ്. അതിൽ നിന്ന് ഇന്ന് ആ ഏരിയയിലേക്ക് പോകാൻ വയ്യ. വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുൾ പോലീസ് ക്യാമ്പാണ്. എന്തോ നമ്മളൊക്കെ എന്തോ ഭീകരരാണെന്നുള്ള രീതിയിൽ തോന്നുന്ന രീതിയിൽ ഒരു ഭരണാധികാരികളുടെ മാറ്റമാണ്. ചാണ്ടി സാറ് അതിനു മുമ്പ് തന്നെ നയനാർ സഖാവൊക്കെ മുണ്ടൊക്കെ മടക്കി കൊടുത്ത ഗാർഡൻ്റെ അവിടെ നിൽക്കും, ശാരദ ടീച്ചറും നമ്മളൊക്കെ അതിലേക്ക് അങ്ങനെ പോകും. പിന്നെ നമ്മുടെ ലീഡർ ഒന്ന് ഫാസ്റ്റാണ്, വണ്ടി പോകുമ്പം കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഇതാണ്, മെമ്മറീസാണ്. അങ്ങനെ ആ ഒരു ലൊക്കേഷനിലുള്ള ഓരോ മനുഷ്യർക്കും ഓരോ ഭരണാധികാരി എന്തായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് 9 വർഷം ടെറർ നമ്മൾ കാണുന്ന കൃത്യമായിട്ടുള്ള ഫാസിസം എന്തെന്ന് ആ പ്രദേശവാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും. അവിടെ താമസിക്കുന്ന ആൾക്കാർ, ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എന്താണ് ഫാസിസം, ആരാണ് ഫാസിസ്റ്റ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ പറയുക പൊളിറ്റിക്സ് ആണ് കേട്ടോ ഞാൻ ഈ സംസാരിക്കണതെല്ലാം. പക്ഷെ അപ്പോൾ അതാണ്. അപ്പോൾ നിലമ്പൂരിൽ ഉറപ്പാണ്. അപ്പോൾ രാഹുൽ ഇവർക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ഒരുപാട് നല്ല യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഉണ്ട്. അതിപ്പോൾ മറ്റവർക്കാണെങ്കിലും ഉണ്ട് കേട്ടോ. BJP സ്ലോലി ഗ്രോയിങ് ആണ്. ആണെങ്കിലും അവർക്കും ചൂണ്ടിക്കാണിക്കാനായിട്ട് അവർക്ക് കാര്യങ്ങൾ പറയാൻ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പറയാനുള്ള നല്ല ലീഡേഴ്സ് പോകുന്നുണ്ട്. എനിക്കൊന്ന് പാലക്കാടൊക്കെ ഉള്ള പ്രശാന്ത് ശിവനൊക്കെ മിടുക്കനായിട്ട് ഓരോരുത്തർ അവർക്കും ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കോൺഗ്രസിലുണ്ട്. ഇവർക്ക് ആരാണുള്ളത്? ഇവർക്ക് ഇവിടെ യൂത്ത് ഐക്കൺസിനെ കാണിച്ചു കഴിഞ്ഞാൽ മറുപക്ഷം ചിരി തുടങ്ങും. ഒന്ന് ജയിക്കാണ്, എന്താ ബെള എന്ന് ചോദിക്കണ ചിന്താ ജെറോം ഒക്കെ വന്നു കഴിഞ്ഞാൽ ജിമിക്ക് കമലും ഇതൊക്കെ മാത്രമേ പറയാനുള്ളൂ. പിന്നെ ആകെ ഉള്ളത് നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ചിരി തുടങ്ങും. അല്ലെ യൂത്ത് ഐക്കൺസ് എന്ന് കാണിക്കാൻ ആരുമില്ല. പിന്നെ റഹീം, ഞാൻ പറയില്ലേ ജോറാണ് ഇവർക്ക് കോമഡി പീസായി മാറിയല്ലേ. പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ പണ്ടൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിജീവികളായിട്ടാണ് നമ്മുടെയൊക്കെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ പറയാം, ഒരു കുമാരപിള്ള സാറിനെ പോലെ താത്വികാചാരന്മാർ, ഗോവിന്ദ സഖാവ് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഭയങ്കര കോമഡിയാണ്. പുള്ളി വന്നിട്ട് വിട്ടിത്തം ഇങ്ങനെ അങ്ങ് പറയും. ഇതൊക്കെയാണോ ഇവരുടെ ബുദ്ധിജീവികൾ? ബേബി സഖാവ്, പിന്നെ ജയരാജൻ അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് AKG സെൻറ്റർ അടയിച്ച് എടുക്കണൊക്കെ ഫുൾ എന്താ പറയുക ചിരിക്കാനുള്ള വകയാണ്. ഇപ്പം കോൺഗ്രസ് നമുക്ക് കമ്മ്യൂണിസ്റ്റ് നമുക്ക് പ്രസ്ഥാനം എന്ന് പറയുമ്പം ഒരു കോമഡി പീസാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഫുൾ തമാശ കാണുന്നൊരു സിനിമ പോലെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിലമ്പൂരിൽ ഇപ്പം എന്താണെന്ന് നമുക്കറിയാം. ഇതോടുകൂടി തീർച്ചയായിട്ടും സ്വരാജ് എന്ന് പറഞ്ഞൊരു നേതാവിന്റെ എത്ര ഇവര് പരിശോധനകൾ നടത്തിയാലും ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് പരിശോധനകളൊക്കെ വരിക. ഇപ്പൊ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയാണ് പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വാക്കാല് തന്നെ. അവർക്ക് പറയാനുള്ള എല്ലാവരും സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഫണ്ടിന്റെ ആവശ്യമില്ല. അത് ജനങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് UDF എന്ന് പറയുന്നത്. അപ്പം ഒരു പക്ഷേ BJP ഇപ്പോൾ അവിടെ വലിയ സ്വാധീനം ഇല്ലെങ്കിലും UDFന് വല്ലാത്തൊരു സ്വാധീനമുണ്ട്. മാത്രമല്ല ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും നമുക്കറിയാം മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി വർഗീയത കൊണ്ടുവന്നിട്ട് UDFന്റെ മേലെ ആരോപിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ വർഗീയവാദികൾക്കൊപ്പം നടക്കുന്ന സമസ്തേനൊക്കെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും അവിടെ പാടം വന്നൊരു വിലാപെന്നൊരു സിനിമ എടുക്കാൻ ഗഡ്സ് കാണിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അവിടെ സ്ഥാനാർത്ഥി നിൽക്കുമ്പോൾ തന്നെ അവിടെ വർഗീയതയുടെ എലമെന്റ് പോയി, അല്ലെ മതം പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ് അവിടെ പോയി കഴിഞ്ഞു അല്ലേ. പിന്നെ ഇലക്ഷൻ ആകുമ്പം നമുക്കറിയാം ആരെയും അതുവരെ ശത്രുപക്ഷത്ത് നിന്നവരെ എംബ്രേസ് ചെയ്ത് കെട്ടിപ്പിടിച്ചു പോണ രീതികളാണ്. പല മന്ത്രിമാരെയോ അല്ലെങ്കിൽ BJP നേതാക്കന്മാർ ആരെയും തന്നെ ഇവർ പരിശോധിച്ചു. കാരണം BJPയിലൊക്കെ കൈ കൊടുത്താൽ അവർക്ക് അറിയാം കൈ കൊള്ളുമെന്ന് അറിയാം. പക്ഷേ UDFനോട് എന്തും കാണിക്കാന്നുള്ള ഒരു ദാശ മാത്രമല്ല ഇവർ വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് UDFനെ. തീർച്ചയായും ഭയമാണ്. ലാസ്റ്റ് സ്റ്റേജ് ഇതിപ്പോൾ ലാസ്റ്റ് ഞാൻ പറയില്ല അവസാന ഘട്ടത്തിലെ ഓട്ടത്തിനിടയിൽ. പക്ഷെ അതിൽ നല്ല ഇതായിരുന്നു അല്ലേ, കാണിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടി മുഴുവൻ തുറന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു നിലപാട് സ്റ്റാൻഡ് എടുത്തു തോന്നിയിട്ടുണ്ട്. അപ്പം അതിലിപ്പം രാഹുൽ എന്തൊക്കെയോ പരാമർശം നടത്തി പോലീസിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം രാഹുൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചൊരു അത് രാഹുലിൻ്റെ ഒരു വഴി എന്ന് പറയുമ്പോൾ രാഹുൽ ആരും ഇല്ലാതൊക്കെ ഉയർന്നു വന്ന് ഒരു പെട്ടെന്നൊരു MLA അങ്ങനെ അതിൻ്റെതായ കുറച്ചൊരു എടുത്ത ചട്ടങ്ങൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ എന്നാലും ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. നല്ല ഒരേ രീതിയിൽ അല്ലേ. നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പൊക്കെ ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത്രയും അങ്ങനെയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവിടെ വല്ലാത്ത കലാപം തന്നെ ഉണ്ടാവാൻ സാധ്യത. നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നും ഒരു റോട്ടൺ ഗെയിമാണ് അല്ലേ. ആരും വിശുദ്ധരില്ല. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം. ഓൺലൈനിൽ ഇച്ചിരിയെങ്കിലും കൊള്ളാവുന്ന വിശുദ്ധൻ കയറിപ്പോട്ടെ, അത്രേ പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.